നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വീട്ടിലേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഒരാശ്വാസവും സമാധാനവും. അത് ഓർക്കുമ്പോഴേ ഉള്ള ആശ്വാസം കൂടെ പോവാ. എന്താ മോനെ പറഞ്ഞത്? ഹേയ്, അച്ഛനും അമ്മയും വന്നത് ആശ്വാസമായി എന്ന് പറയായിരുന്നു. ഞാൻ അകത്ത് എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കാല്ലേ ഹരിയേട്ടാ? എന്തെങ്കിലും ചെയ്. എനിക്ക് ഓർക്കുമ്പോ തന്നെ തലയിറങ്ങോ? ഇത്രയും കാലം വലിയേട്ടനും കൊച്ചേട്ടനും ഓരോന്ന് കൂട്ടുന്നതിന്റെ ശിക്ഷ എനിക്ക് കിട്ടാതിരിക്കൂ. അത്രയ്ക്ക് ഭീകരനാണോ ഹരിയേട്ടന്റെ അച്ഛൻ? സ്വയം ഭീകരനായിട്ടാണോ? എടീ, മക്കൾ രണ്ടുപേരും ആരെയും അറിയിക്കാതെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണെന്ന് അറിഞ്ഞാ ഏതൊരച്ഛനും ഭീകരനായി പോവും. ആകെ പ്രശ്നമായല്ലോ. ഓ, നീ എന്തിനാണ് ഇനി ഇവിടെ നിൽക്കുന്നത്? എന്നെയും കൂടി കൊലയ്ക്ക് കൊടുക്കാനോ? എന്നാ പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി വിളിക്കട്ടെ? നീ ഒളിച്ചാ മാത്രം പ്രശ്നം തീരുവോ? ഇനിയും ആരൊക്കെ ഇവിടെ വരാൻ കിടക്കുന്നത്? അത് ശരിയാ, കുഞ്ഞേച്ചി, വല്യേച്ചി, സീതമ്മ. തൽക്കാലം കൂടുതലൊന്നും ആലോചിക്കണ്ട. കൊച്ചേട്ടൻ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ തടഞ്ഞേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ വളവ് കഴിഞ്ഞുള്ള റോഡരികില് ഞാൻ പോയി കാത്തേക്കാം. മിനിമം കുഞ്ഞേച്ചി വരുമ്പോഴെങ്കിലും തടഞ്ഞു നിർത്താലോ. ആ, അത് നല്ല ഐഡിയ. കുഞ്ഞേച്ചിയെ മാത്രമാക്കണ്ട, ആവശ്യമില്ലാതെ വരുന്ന എല്ലാവരെയും തടഞ്ഞു. ആ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക്. ശരി. ഈശ്വര, പരീക്ഷിക്കല്ലേ. അച്ഛനും അമ്മയും വരുമ്പോ നമ്മുടെ മുറിയിൽ വല്ലതും കേറിയാലോ? എന്റെ ഡ്രസ്സും പുസ്തകവും എല്ലാം വാരി വലിച്ചിട്ടേക്കുവാണല്ലോ. എന്ത് ചെയ്യും ഇനി? എന്തായാലും അവരിന്ന് വരാൻ കുറച്ച് സമയമെടുക്കും. വേഗം പോയി അതെല്ലാം എടുത്തു മാറ്റി ക്ലീൻ ചെയ്തിട്ട് വരാം. എന്റെ അമ്മേ, വലിയ പണിയാണല്ലോ. ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഈ വീട്ടില് ഇത്രയും ലേഡീസ് ടപ്പിൾസോ? ഇതാരുടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആ, പുഷ്പൻ ചേട്ടന്റെ ആണെന്ന് പറഞ്ഞാലോ? നിന്ന് മണ്ടത്തരം പറയാതെ അതെല്ലാം വാരിക്കൊണ്ടുപോയി ഒളിപ്പിക്കണം. ഹരി ഇതെവിടെ പോയി? എന്തെങ്കിലും മാറ്റാനോ ഒളിപ്പിക്കാനോ പോയതായിരിക്കും. വേഗം ചെന്ന് എന്റെ സാധനങ്ങൾ റൂമിൽ നിന്ന് മാറ്റിയേക്കാം. ഓ, സമാധാനമായി. ഇനി വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.